السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അവൻ്റെ സ്വർഗലോകത്ത് നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഈമാൻ, ഈ ഇൽമിൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് ഈമാൻ ലഭിച്ച് മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? വഖഫ് മുറിഞ്ഞാൽ വാഖിഫിൻ്റെ കുടുംബത്തിലേക്കാണ്, പ്രത്യേകമായി വാഖിഫിൻ്റെ ഏറ്റവും അടുത്ത കുടുംബത്തിലേക്കാണ് അത് നൽകേണ്ടത് എന്ന് പറഞ്ഞു. അതുപോലെ മറ്റെന്തെങ്കിലും ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷർത്തുകൾ ഉത്തുബിയ എന്ന് പറഞ്ഞു. പക്ഷേ ആ ഷർത്തുകൾ ശറഇന് എതിരാവാത്ത ഷർത്തുകളായിരിക്കണം. കശായിരി ശുറൂത്തിഹ അല്ലത്തി ലം തുഖാലിഫ് ശറഇനോട് എതിരല്ലാത്ത വാഖിഫിൻ്റെ മറ്റ് ഷർത്തുകൾ പോലെ തന്നെ. കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടാകുമല്ലോ. വുജൂഹുൽ മസ്ലഹ, ശറഇനോട് എതിരായ ഷർത്തുകളെ പരിഗണിക്കേണ്ടതില്ല. ഉദാഹരണത്തിന്, ഒരു മദ്രസ വഖഫിയാണ്. അതിൽ താമസിക്കുന്ന ആളുകൾ കല്യാണം കഴിക്കാൻ പാടില്ല. അത് ശറഇനെതിരാണല്ലോ. വദാലിക അമ്മാമാ ഖാലഫ ശറഅ, ശറഇന് വിപരീതമായിട്ടുള്ള നിബന്ധന. കശർത്തിൽ ഉസൂബത്തി, വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഷർത്ത് വെക്കും പോലെ. നുസൂബത്ത് എന്നാ പറയാം. ഈ സുഖാനിൽ മദ്രസയിൽ താമസിക്കുന്നവർക്ക്, സാക്കിനിൻ്റെ ബഹുവചനാണ് സുക്കാൻ. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഫല യസ്ഹു, ആ ഷർത്ത് സഹീഹ് അല്ല. അപ്പോൾ പിന്നെ വഖഫ് സഹീഹാകും, ഷർത്ത് പാലിക്കേണ്ടതില്ല എന്ന് വരും. ഇമാം ബുൽഖീനി ഫത്വ നൽകിയതുപോലെ ഫലാ യസ്ഹു കമാ അഫ്താ ബിഹി ബുൽഖീനിയു, ഇമാം ബുൽഖീനി ഫത്വ നൽകിയത് പ്രകാരം അത് സഹീഹ് ആണ് എന്നാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായമത്രേ. ബഖറജ ബിഹാ ഗൈരി ഹാലത്തി ളറൂറ, അപ്പോൾ ളറൂറത്തിൻ്റെ അവസ്ഥയിൽ അല്ലാത്തപ്പോഴെല്ലാം, ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയിലല്ലാത്തപ്പോഴെല്ലാം, പ്രയാസമുണ്ടാകാത്തപ്പോഴെല്ലാം, നിർബന്ധിതാവസ്ഥയിലെല്ലാം ആ ഷർത്ത് പാലിക്കണം. അപ്പോൾ നിർബന്ധിതാവസ്ഥയാണെങ്കിലോ, ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു വർഷമല്ലാതെ വാടകയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഷർത്ത് വെച്ചു. പക്ഷെ ആ വാടകക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു മദ്രസ വഖഫ് ചെയ്തു, അതിൽ ഒരു വിദ്യാർത്ഥി ഒരു വർഷം മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. പക്ഷേ രണ്ടാം വർഷത്തിൽ ആ വിദ്യാർത്ഥി മാത്രമേ ഉള്ളൂ, ആ ബാച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആ ഷർത്ത് പാലിക്കേണ്ടതില്ല. വഖറജ ബിഗൈരി ഹാലത്തിൽ ളറൂറ, നിർബന്ധിത സാഹചര്യം ഇല്ലാത്തപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പുറത്തു പോയി. മാലം യൂജദ് ഗൈറുൽ മുസ്തഅ്ജിരിൽ അവ്വലി, ആദ്യ വാടകക്കാരനല്ലാതെ വേറെ ആരെയും ലഭിക്കാത്ത അവസ്ഥ. വഖദ് ഷറത്ത,
അവൻ ഷർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ല യൂജറ, അതിനെ വാടകയ്ക്ക് നൽകരുത് എന്ന്. ഒരു മനുഷ്യന് അക്സറ മിൻ സനത്തിന്, ഒരു വർഷത്തേക്കാൾ കൂടുതൽ ഹാജറ എന്നാണ് വാടക കൊടുത്തു. അല്ലെങ്കിൽ ഔ അന്ന താലിബ ലാ യുഖീമു അക്സറ മിൻ സനത്തിൻ, ഒരു വിദ്യാർത്ഥി ഒരു വർഷത്തിലധികം യുഖീമു താമസിക്കരുത് എന്ന് ഷർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വലം യൂജദ് ഗൈറുഹു ഫി സനത്തി സാനിയ, പക്ഷേ രണ്ടാം വർഷം അവനല്ലാതെ വേറെ ആളെയും ലഭിച്ചില്ല. ഇത്തരം ദറൂറത്തിൻ്റെ സാഹചര്യത്തിൽ, ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യത്തിൽ യുഹ്മലു ഷർത്തുഹു ഹൈനൈദിൻ, ഇത്തരം സാഹചര്യങ്ങളിൽ അവൻ്റെ ഷർത്തിന് അവഗണിക്കപ്പെടുന്നതാണ്. കമാ ഖാലഹു ഇബ്നു അബ്ദിസ്സലാം സുൽത്താനുൽ ഉലമ, ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ല പറഞ്ഞതുപോലെ. അപ്പോൾ അവൻ തന്നെ താമസിക്കട്ടെ, അയാൾക്ക് തന്നെ വാടക കൊടുക്കട്ടെ രണ്ടാം വർഷവും. ഇനി ഭാഷാപരമായി ഉള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഇത് സെയ്ദിനും അംറുനും ബക്കറിനും വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിലവർക്ക് തുല്യാവകാശമാണ്. അവിടെ വാവാണ് ഉപയോഗിച്ചത്. ഫ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെയ്ദിന് ഫ അംരിൻ ഫ ബക്കരി എന്ന് പറഞ്ഞാൽ സെയ്ദ് കഴിഞ്ഞിട്ട് അംർ ബക്കറി എന്നാണ്. സുമ്മയും അങ്ങനെ തന്നെ. അൽ വാവുൽ ആത്തിഫത്തു, അത്ഫ് ചെയ്യുന്ന വാവ്, ജുംലകളെ കൂട്ടിച്ചേർക്കുന്ന വാവ് അല്ലെങ്കിൽ പദങ്ങളെ കൂട്ടിച്ചേർക്കുന്ന വാവ് ഈ തസ്വിയത്തി ബൈനൽ മുതആത്തിഫാത്തി, അവകൾക്കിടയിൽ തുല്യപ്പെടുത്തുന്നതിനാണ്. മുതആത്തിഫാത്ത് ഈ കൊടുക്കുന്നിടത്തും കിട്ടുന്ന അളവിലൊക്കെ തുല്യമാണ്. മുതആത്തിഫാത്ത് എന്ന് പറഞ്ഞാൽ മാത്തൂഫ് മാത്തൂഫ് അലൈഹി എന്ന് പറയില്ലേ, അത്. വഖഫ്തു അലാ ഹാദാ അലാ ഔലാദി വ ഔലാദി ഔലാദി, മക്കൾക്ക് മക്കളെ മക്കൾക്കും എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ തുല്യ ആവശ്യം കിട്ടുക. പിന്നെ സുമ്മയും ഫാവും ഈ തെർത്തീബിലാണ്. അപ്പോൾ ഫാവ് സുമ്മയും കഴിഞ്ഞാൽ ഒരാളത് കഴിഞ്ഞിട്ട് മറ്റേ ആൾക്ക് എന്നാണ് അർത്ഥം. ഇനി ഒരാളുടെ മക്കൾ എന്നതിന് സന്താനങ്ങൾ, മക്കൾ, ആൺമക്കൾ, ഇതിനൊക്കെ അറബിയിൽ പ്രത്യേകം പദങ്ങളുണ്ട്. ദുരിയത്ത്, നസ്ല്, അഖിബ്, ഔലാദ്, ഓക്കെ. നോക്കൂ, എൻ്റെ ദുരിയത്ത് ആദെന്ന് പറയാം, ആദിന് പിന്നെ സന്തതികൾ എന്ന് പറയാറില്ലേ. ദുരിയത്ത് എന്ന പദം അല്ലെങ്കിൽ നസ്ല്, അതും സന്താനങ്ങൾ തന്നെയാണ്. അഖിബ്, തൻ്റെ പിൻഗാമികൾ എന്നാണ് അർത്ഥം, കുടുംബക്കാർ. ഇങ്ങനെയുള്ള പദങ്ങളിലൊക്കെ ആൺകുട്ടികൾ മാത്രമല്ല വിടുക, ആൺകുട്ടികളെ കുട്ടികൾ മാത്രമല്ല വിടുക, പെൺകുട്ടികളും വരും. എൻ്റെ ദുരിയത്തിൻ്റെ മേൽ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ മക്കൾ പെടും, മക്കളെ മക്കളും പെടും, ആണും പെണ്ണും. നസ്ലും അഖിബും അങ്ങനെ തന്നെ. ഔലാദി ഔലാദീൻ, യദ്ഖുലു ഔലാദു ഔലാദിൻ ഫി ദുരിയത്തിൻ വ നസ്ലിൻ വ അഖിബിൻ വ ഔലാദി ഔലാദിൻ. ഔലാദ് എന്നതിൻ്റെ പേര് പറഞ്ഞാലും പെൺകുട്ടികൾ പെടും. അബ്നാ എന്ന് പറയുമ്പോഴേ പെൺകുട്ടികൾ പുറത്താവുള്ളൂ. ഇനി ഇങ്ങനെ പറയുകയാണെങ്കിൽ കുടുംബം എന്നിലേക്ക് ചേർക്കപ്പെടുന്ന മക്കളെ മക്കൾ എന്ന് പറഞ്ഞാൽ, ദുരിയത്ത്, നസ്ല്, അഖിബ് എന്ന് പറഞ്ഞാൽ അവിടെ പെൺകുട്ടികൾ പെടില്ല. കാരണം കുടുംബം ചേർക്കപ്പെടുക എന്ന് പറയുമ്പോൾ പെൺകുട്ടികളെ മക്കൾ നമ്മളിലേക്കല്ലല്ലോ ചേർക്കപ്പെടുക, ആ പെൺകുട്ടികളുടെ ഭർത്താവിലേക്ക്, അവരുടെ ഉപ്പയിലേക്കാണല്ലോ ചേർക്കപ്പെടുക. അപ്പോൾ പെൺകുട്ടികളെ മക്കൾ പെടില്ല. ഇല്ല ഇൻ ഖാല, അവൻ പറഞ്ഞാലൊഴികെ, അലാമൻ യുൻസബു ഇലയ്യ മിൻഹും, അവരിൽ നിന്ന് എന്നിലേക്ക് കുടുംബം ചേർക്കപ്പെടുന്നവർ എന്ന് പറഞ്ഞാലൊഴികെ. അഫ്ഫല യദ്ഖുലൂൻ, അപ്പോൾ ഔലാദ് ബനാത്ത് പെടുകയില്ല. ഹൈനൈദിൻ, അപ്പോൾ. ഇനി മൗലയുടെ മേൽ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ ഇത്തൊക്കെ ചെല്ലിയ ആളും പെടും, ഇത്തൊക്കെ ചെല്ലപ്പെട്ട ആളും പെടും. രണ്ടിനും മൗല എന്ന് പറയും.
ഞാൻ ഒരടിമയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് മുഅത്തിഖ് എന്നാണ്, അയാളുടെ പേര് അതീഖ് എന്നാണ്. രണ്ട് കൂട്ടർക്കും മൗല എന്ന് പറയും. വൽ മൗല, മൗല എന്ന പദം യഷ്മൽ ഉൾപ്പെടുത്തും, വിശാലമാകുന്നു മുഅത്തിഖിനും അതീഖിനും. നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. വാഖിഫ് വല്ല ഷർത്തുകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷർത്തുകൾ നടപ്പാക്കാൻ പറ്റുമെങ്കിൽ നടപ്പാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഷർത്തുകളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലോ, അവിടെ ഉർഫാണ്, അവിടുത്തെ പതിവാണ്, ആ നാട്ടിലെ പതിവിനെയാണ് പരിഗണിക്കേണ്ടത്. ആ കാലത്തുള്ള പതിവുകൾ ഇങ്ങനെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമല്ലോ. കാരണം ഉർഫ് ഷർത്തിൻ്റെ സ്ഥാനത്താണ്. അങ്ങനെ ഉർഫൊന്നും ഇല്ലെങ്കിൽ, എല്ലാ നാട്ടിലും ഇപ്പോൾ ഉറുഫും പതിവൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. വാഖിഫിൻ്റെ ഉദ്ദേശവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളെയാണ് പരിഗണിക്കേണ്ടത്. തംബീഹ്, ഇതൊരു ശ്രദ്ധ ക്ഷണിക്കലാണ്. ഹൈസു അജ്മലൽ വാഖിഫു ഷർത്തുഹു, വാഖിഫ് തൻ്റെ ഷർത്തിനെ ഇജ്മാൽ ചെയ്യുമ്പോൾ, അഥവാ പ്രത്യേകമായി ഷർത്ത് പറയാതിരിക്കുമ്പോൾ എന്നർത്ഥം. അതിന് അജ്മലൽ വാഖിഫു എന്ന് പറഞ്ഞാൽ വാഖിഫ് പ്രത്യേകമായ ഷർത്തുകൾ പറയാതിരിക്കുമ്പോൾ ഉത്തുബി അഫീഹി, അതിൽ പിന്തുടരേണ്ടതാണ് അൽ ഉറുഫുൽ മുത്തരിദ് ഫീ സമനിഹി, ആ വാഖിഫിൻ്റെ കാലത്ത് നടന്നു വരുന്ന പതിവിനെ, നാട്ടുനടപ്പിനെ, ഉറുഫ് സമ്പ്രദായത്തെ പിൻപറ്റേണ്ടതാണ്. ഈ അന്നഹുബി മൻസിലത്തി ഷർത്തി, അത് അവൻ ഷർത്ത് പറയുന്നതിൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. സുമ്മ, പിന്നെ മാ കാന അക്രബൈല മഖാസിദിൽ വാഖിഫീൻ, അതില്ലെങ്കിൽ പിന്നെ വഖഫ് ചെയ്യുന്നവരുടെ ഉദ്ദേശവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ഉദ്ദേശത്തെയാണ് പിന്തുടരേണ്ടത്. കമാ യദുല്ലു അലൈഹി കലാമുഹും, അവരുടെ സംസാരം അത് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കിണർ വഖഫ് ചെയ്ത കിണർ സാധാരണ നാട്ടിൽ എന്താണോ ചെയ്യൽ, ആ ഉപയോഗത്തിനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ പതിവൊന്നുമില്ല, അങ്ങനെ ഒരു ഉറപ്പൊന്നുമില്ല, ഇയാൾ ആദ്യമായിട്ട് ചെയ്യുകയാണ്, അങ്ങനെയൊക്കെയുള്ള കേസ് വാഖിഫിൻ്റെ ഉദ്ദേശവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നതെന്തോ അതിനാണ് അതുപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കുറച്ച് ഉദാഹരണം പറയുന്നുണ്ട്. വഴികളിലൊക്കെ വെള്ളം സ്ഥാപിക്കാറുണ്ട് കുടിക്കാൻ, സിഖായാത്ത് എന്ന് പറയും. കിണറും കുളമൊക്കെ ഉണ്ടാക്കി സിഖായാത്ത്, കുടിക്കാനുള്ള വെള്ളം, അത് കുടിക്കാനേ പറ്റുള്ളൂ, അവിടെ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണല്ലോ, വണ്ടി കഴുകാനൊന്നും പറ്റില്ല. ഒമിൻ സമ്മ, അതുകൊണ്ട് തന്നെ ഇംതനാ ഫി സിഖായാത്തി അൽ മുസബ്ബലത്തി, പൊതു കിണറുകളിൽ പാടില്ല, അൽ തുറുക്കി, വഴികളിൽ ഉള്ള പൊതു കിണറുകൾ, അഥവാ മഖൂഫായ കിണറാണ് പൊതുവായിട്ട് ഉപയോഗിക്കുന്നതിന് മുസബ്ബലത്ത് എന്ന് പറയാം. ഉടമസ്ഥന് അറിയപ്പെട്ടിട്ടില്ല, പ്രത്യേക ഉടമസ്ഥരില്ല, അവിടെ പാടില്ലാത്തതാണ് ഗൈറു ഷുർബി, കുടിക്കലും അല്ലാത്തത് അനുവദനീയമല്ല. പിന്നെ വനഖുലുമായി മിൻഹ, അതിൽ നിന്ന് വെള്ളം നീക്കം ചെയ്യലും അനുവദനീയമല്ല. ഗൈറു എന്നോർത്ത് കാത്തത് കുടിക്കൽ അല്ലാത്തത് അനുവദനീയമല്ല, അതിൽ നിന്ന് വെള്ളം നീക്കം ചെയ്യലും അനുവദനീയമല്ല. ഒലൗലി ഷുർബി, അത് കുടിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും പറ്റില്ല. പിന്നെ അടുത്തത് ഇതിനോട് ചേർന്നുകൊണ്ട് മറ്റൊരു അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്.
പള്ളിയിലെ ഹൗലിലെ മിത്ഹറത്ത് ശുദ്ധിയാക്കുന്ന ഹൗല് ടേപ്പ് അതിന്ന് അതിൽ തുപ്പാൻ പാടില്ല, ചേറ് കഴുകാൻ പാടില്ല എന്നൊക്കെ. അത് വുളു ഉണ്ടാക്കാനും ശുദ്ധിയാക്കാനും അല്ലേ. അവിടെ എങ്ങനെയാണ് ഇപ്പോൾ വസ്ത്രം കഴുകലും ചെരുപ്പ് കഴുകലൊക്കെ? അത് പറ്റില്ല. ബഹസ ബഅദുഹും, ചിലർ ഗവേഷണപരമായി പറഞ്ഞിരിക്കുന്നു, ഹെർമത്ത നഹബി ബുസാഖിൻ, തുപ്പൽ പോലെയുള്ളത് ഹറാമാണ്. വഗസ്ലി വസഖിൻ, ചേറ് കഴുകലും, വസഖാണ് ചേറ് അഴുക്ക്, ഫീ മാഇ മിത്ഹറത്തിൽ മസ്ജിദ്, പള്ളിയിലെ ഹൗദിലെ വെള്ളത്തിൽ തുപ്പാൻ പാടില്ല. വൈങ്കസർ എത്ര കൂടുതലുണ്ടെങ്കിലും പാടില്ല. ഇതൊരു ബഹസാക്കിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ പതിവില്ലെങ്കിൽ എന്നും കൂടെ അർത്ഥം വെക്കണം. അങ്ങനെ ഒരു പതിവില്ലെങ്കിൽ അത് പാടില്ല, പതിവുണ്ടെങ്കിലും ഓക്കെ. ബഹുമാനപ്പെട്ട ഇമാം അല്ലാമത്തു തമ്പുദാവി റഹിമഹുല്ലയോട് ഒരു ഫത്വ ചോദിച്ചു. എന്താണത്? ഈ പള്ളിയിലുള്ള ഇത്തരം ജലസംഭരണികളിൽ നിന്ന് പാത്രങ്ങൾ, ജവാബി, ജിറാറ് എന്നൊക്കെയാണ് അതിന് പറയാം. ജാബിയത്തിൻ്റെ ബഹുവചനാണ് ജവാബി, ഹൗലുകൾ എന്നർത്ഥം. ജിറാറ് എന്ന് പറഞ്ഞാൽ വലിയ പാത്രമൊക്കെ ഉണ്ടാവില്ലേ, വെള്ളം ശുദ്ധീകരിക്കുന്ന. ഇതെന്തിനൊക്കെ പറ്റും? അത് വഖഫ് ചെയ്യപ്പെട്ടതാണോ എന്ന് അറിയുന്നില്ല, അതിനാണ് ഉപയോഗിക്കുന്നത്. ഇമാം അല്ലാമു തമ്പുദാബിയോട് ചോദിക്കപ്പെട്ടു. നമ്മൾ പെട്ടെന്ന് അർത്ഥം വെച്ച് പോയാൽ ഒരുപാട് സ്ഥലം കവർ ചെയ്യാൻ പറ്റും. അനിൽ ജവാബി, ജാബിയത്തുകൾ, ഹൗലുകളും വലിയ ജിറാർ, വലിയ ഭരണികളും ടാങ്കുകളൊക്കെ ഉണ്ടാവില്ലേ, അല്ലത്തി എന്തൽ മസാജിദി ഫീഹൽ മാവു, പള്ളികളിലുള്ള അതിൽ വെള്ളമുണ്ടാകും. ഇദാലം യുലഹ അന്ന യുലം അന്നഹ മൗഖൂഫത്തുൻ, അത് വഖഫ് ചെയ്യപ്പെട്ടതാണ് എന്ന് അറിയില്ലെങ്കിൽ, ലിശ്റുബി, കുടിക്കാനാണോ, വുളു എടുക്കാനാണോ, നിർബന്ധമായി കുളിക്കാണോ, സുന്നത്തായി കുളിക്കാണോ, നജസ് കഴുകാനാണോ എന്നൊന്നും അറിയില്ലെങ്കിൽ, അജാബ, മറുപടി പറഞ്ഞു, അന്നഹ ഇതാ ദല്ലത്ത് ഖരീനത്തുൻ, ഒരു അടയാളം അറിയിക്കുന്നുണ്ടെങ്കിൽ, ഒരു തെളിവ് അറിയിക്കുന്നുണ്ടെങ്കിൽ, അല അന്നൽ മാ മൗലൂഉൻ ലി തഅമീമിൽ ഇന്തിഫായി, പൊതു ഉപയോഗത്തിന് വേണ്ടി, ഉപകാരത്തിന് വേണ്ടി വെള്ളം നിർത്തിയതാണ് എന്ന് ഒരു തെളിവുണ്ടെങ്കിൽ, വെള്ളം മൗലൂൻ അതവിടെ സംഭരിക്കപ്പെട്ടത് ലി തഅമീമിൽ ഇന്തിഫായി, പൊതു ഉപകാരം, മൊത്തത്തിലുള്ള ഉപകാരം, തഅമീം, ജാസ ജമീഉ മാ ദുക്കിറ, പറയപ്പെട്ടതെല്ലാം അനുവദനീയമാണ്. എന്തൊക്കെ? ഷുർബ്, കുടിക്കുക, നജസ് കഴുകുക, ജനാബത്ത് കുളിക്കുക, മറ്റൊക്കെ. ഖരീനത്ത് ഇപ്പം എന്താ തെളിവ്? ഒരു സാഹചര്യ തെളിവ് എന്താണ്? ഖരീനത്തിൻ്റെ ഉദാഹരണം ജറയാനുന്നാസി, ജനങ്ങൾ നടത്തി വരിക, അല തഅമീമിൽ ഇന്തിഫായി, പൊതുവായ പ്രയോജനം ജനങ്ങൾ നടത്തുക എന്നതാണ്. ജനങ്ങളത് പൊതുവായിട്ട് ഉപയോഗിക്കുക എന്നതാണ്. മിൻ ഗൈരി നക്കീരിൻ, ആരുടെയും എതിർപ്പില്ല. അഥവാ ഫഖീഹല്ലാത്ത ഉസ്താദല്ലാത്തവരിൽ നിന്നും നക്കീർ, ഒരു എതിർപ്പില്ലാതെ ജനങ്ങൾ അത് പൊതുവായിട്ട് ഉപയോഗിച്ച് വരിക എന്നതാണ്. അതിൻ്റെ അർത്ഥമാണ് ജറയാനുന്നാസി അലാ തഅമീമിൽ ഇന്തിഫാ, ജനങ്ങൾ പൊതുവായിട്ട് അത് ഉപയോഗിച്ച് വരിക. ഇത് ലാഹിറു മിൻ അദമിൻ നക്കീർ, ഒരു എതിർപ്പൊന്നും ഇല്ലാതിരിക്കുമ്പോൾ മനസ്സിലാക്കപ്പെടുന്നത് അന്നഹും അഖ്ദമു, ആ ആളുകൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മുതിരുന്നത് അലാ തഅമീമിൽ ഇന്തിഫാഇ, ഇനി ലാഹിറു മിൻ അദമിൻ നക്കീർ അന്നഹും അഖ്ദമു അലാ തഅമീമിൽ ഇന്തിഫാ ബിൽ മാഇ ബി ഗസ്ലിൻ വശുർബിൻ വളുഇൻ വഗസ്ലിൻ സലീം ഫസ്ലി ഹാദാ ലാ യഖാലു ലി ഫസ്ലു ഹാദാ യഖാലു ബിൽ ജവാസ്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അഖ്ദമു അവർ മുന്നിട്ടു, അലാ തഅമീമിൽ ഇന്തിഫാ ബിൽ മായി, വെള്ളം കൊണ്ടുള്ള പൊതു പ്രയോജനങ്ങൾക്ക് മുന്നിട്ടു. കുളിക്കലും കുടിക്കലും വുളു എടുക്കലും നേസ് കൈകലൊക്കെ. മിസ്ലു ഹാദ, ഹാദൽ ഈഖാ, ഇത്തരം
സംഭവങ്ങൾ യുക്കാലു പറയപ്പെടുന്നതാണ് ബിൽ ജവാസി അനുവദനീയമാണ് എന്നാണ് പറയുക. ഒരു എതിർപ്പില്ലാതെ ഇത്തരം പൊതുകാര്യങ്ങൾക്ക് വേണ്ടി അവർ മുന്നിട്ടപ്പോൾ അഖ്ദമു അല താമയിൽ ഇന്തിഫായി, അഖ്ദമു എന്ന് പറഞ്ഞാൽ മുന്നിടുക, അതിനുവേണ്ടി മുതിരുക. അത്തരം മുതിരൽ ഫമിസുൽഹാദ ഈഖാൽ, ഇത്തരം സംഭവങ്ങൾ യുക്കാലു അതിൽ പറയപ്പെടേണ്ടതാണ് ബിൽ ജവാസി അനുവദനീയമെന്ന് പറയപ്പെടേണ്ടതാണ്. ഒരു പൊതു കായിക, ഒരു പൊതു നിയമം പഠിപ്പിച്ചതാണ്. ആളുകളൊക്കെ ആരും എതിർപ്പില്ലാതെ പഴയ കാലത്തേ നടന്നു വരുന്നൊരു സംഗതിയാണ് എങ്കിൽ ഫമിസുൽഹാദൽ ഈഖാൽ, ഇത്തരം പ്രവർത്തനങ്ങൾ, അതാണല്ലോ യഖായ്, ഇത്തരം പ്രവർത്തനങ്ങൾ യുക്കാലു അതിനെക്കുറിച്ച് പറയപ്പെടും ബിൽ ജവാസ് അനുവദനീയമാണ് എന്ന് പറയപ്പെട്ടു. മാത്രമല്ല അല്ലാമ അബ്ദുള്ള ബാമഖ്റമ എന്നവരുടെ ഫത്വ യുവാഫിഖു മാ ദക്റഹു ഇമാം അല്ലാമത്തു തമ്പുദാവി റഹിമഹുല്ല പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. ഇൻതഹ, അവസാനിച്ചു. നമ്മളെ സാധാരണ മലബാറിലെ പള്ളികളിലൊക്കെ കാണേണ്ടി വരുന്ന ഒരു കാര്യത്തിന് ബഹുമാനപ്പെട്ടവർ ഒരു പരിഹാരം പറഞ്ഞതാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ അങ്ങനെയാണല്ലോ, വഖഫ് ചെയ്യപ്പെട്ടതാണോ മറ്റോ കുടിക്കാനാണോ കുളിക്കാനാണോ എന്നറിയില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ പൊതുവായിട്ട് എന്താണോ നടന്നു വരുന്നത് അതൊക്കെ നടക്കും, മറ്റൊന്നും പറ്റില്ല. നാട്ടുകാർക്ക് വെള്ളം കൊടുക്കാനൊന്നും പറ്റില്ല, കാരണം നമ്മുടെ നാട്ടിൽ പതിവായിട്ട് വരുന്നില്ല. പള്ളിയിൽ വരുന്ന ആൾക്ക് കുളിക്കാനും കുടിക്കാനും മുതാലിമ്യങ്ങൾക്ക് ഉപയോഗിക്കാനും അത്തരം കാര്യങ്ങൾക്കൊക്കെയാണല്ലോ ഉപയോഗിക്കാറുള്ളത്. ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.